ഡൽഹിയിലെത്തിയാൽ ഭരണഘടനയും ഫാസിസവും പറയുന്ന CPM-കാർ ഇവിടെ വധശ്രമ കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഡൽഹിയിൽ പാർലമെന്റ് കയറുമ്പോൾ ഭരണഘടനയും ഫാസിസവും ഇതെല്ലാം പറഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ 2016 നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവാകുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്ന് വീണ്ടും പറയുന്നു. സർക്കാരിലും രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം, പ്രതിബദ്ധത ഉണ്ടാവണം. ക്രിമിനൽ അങ്ങനെ അഴിമതിയോ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ശകല ഉൾപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് പറഞ്ഞ IPS നേടിയ ആളാണ് ശ്രീലേഖ. അത് പോസ്റ്ററിൽ വെക്കുന്നത് എന്താണ് തെറ്റ്? ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ശബരിമല വിഷയം ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല, മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ സഖാക്കളുടെ പോലീസിന് പറ്റുമോ എന്നും കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് പത്മകുമാർ പറയും. അതുകൊണ്ടാണ് സംഘടന നടപടിയെടുക്കാത്തത്. അന്വേഷണം വൈകാതെ മുഖ്യമന്ത്രിയുടെ വാതിൽപ്പടിയിലെത്തും. ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ 2-3 കാര്യം പറയുന്നു. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ പ്രസ് കോൺഫറൻസ് ഒന്ന് വായിക്കൂ, ഒന്ന് കേൾക്കൂ. ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം, ഇതിനെ ഒളിച്ചു വെക്കാൻ ഒരു ശ്രമമില്ല, വീഴ്ച. അദ്ദേഹം പറഞ്ഞു ഈ 4.5 കിലോ സ്വർണത്തിന്റെ കൊള്ള ഒരു വീഴ്ചയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ആരോടാ പറഞ്ഞത്? കോർട്ടും പോലീസിനോടല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി. അത് എന്തുകൊണ്ട് അന്വേഷണം കഴിയുന്ന മുമ്പ് അദ്ദേഹം ഇതിനെ വീഴ്ചയാക്കി പറഞ്ഞു? അല്ല, നാട്ടിൽ എല്ലാവരും വിട്ടുകളല്ലല്ലോ.